എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ PS എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് LDC 2024, LGS 2024 ഈ പരീക്ഷകൾ ഉൾപ്പെടുന്ന രീതിയിൽ പുതുതായിട്ട് കേരള PSC പുറപ്പെടുവിച്ച സിലബസ് പ്രകാരം 2021 മുതൽ ഇങ്ങോട്ട് പരീക്ഷകൾ നടത്തുകയുണ്ടായിരുന്നു. അവിടെ കേരള PSC ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, ഫൈനൽ ആൻസർ കീ പ്രകാരം എന്തെല്ലാമാണ് നൽകിയത്, ഇതാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലഗണന ക്രമം തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലഗണനക്രമം തിരഞ്ഞെടുക്കുക. ഒന്നാമതായിട്ട് EMS നമ്പൂതിരിപ്പാടാണ് നൽകിയത്. രണ്ടാമതായിട്ട് പട്ടം താണുപിള്ള, മൂന്നാമതായിട്ട് C അച്യുതമേനോൻ, നാലാമതായിട്ട് R ശങ്കർ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ പ്രകാരം കേരളം PSC ഉത്തരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ B ആണ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന 4 മുഖ്യമന്ത്രിമാർ, അവരുടെ പേരാണ് ഈ ഒരു ഓപ്ഷനിൽ കൃത്യമായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്ന ആ ഒരു തീയതിയും ഒക്കെ കേരള PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഒന്നാമത്തെ മന്ത്രിസഭ, EMS നമ്പൂതിരിപ്പാടിന്റെ ഒന്നാമത്തെ മന്ത്രിസഭ പിരിച്ചുവിട്ട തീയതിയും കേരള PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 1959 ജൂലൈ മാസം 31-ാം തീയതിയാണ്. അപ്പോൾ 1957 മുതൽ 59 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഒന്നാം EMS മന്ത്രിസഭയുടെ കാലഘട്ടം. അതിനുശേഷം പിന്നീട് രണ്ടാമതായിട്ട് വരുന്ന പട്ടം താണുപിള്ളയാണ്. അതിനുശേഷം പിന്നീട് R ശങ്കർ വരുന്നു. പിന്നെ വീണ്ടും 1967 കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാട് വരുന്നുണ്ട്. എന്നാൽ നാലാമതായി വന്നിരിക്കുന്ന വ്യക്തി ആരാണ്? C അച്യുതമേനോനാണ്. അപ്പോൾ ആദ്യത്തെ 4 വ്യക്തികളാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഓപ്ഷനിൽ തന്നത്. EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, R ശങ്കർ, അതിനുശേഷം C അച്യുതമേനോൻ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക. ഒരുപക്ഷെ പരീക്ഷകളിൽ ചോദിക്കും രണ്ടാം EMS മന്ത്രിസഭ അധികാരത്തിൽ വന്ന എന്താണെന്ന് വെച്ചാൽ 1967 മാർച്ച് 6-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു EMS നമ്പൂതിരിപ്പാട് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു 1957 ഏപ്രിൽ 5-ന്. അതേപോലെ തന്നെ 1959 ജൂലൈ 31 തീയതിയും ഓർത്തിരിക്കുക. ഇനി പട്ടം താണുപിള്ള, അതിനുശേഷം R ശങ്കർ, അതിനുശേഷം EMS നമ്പൂതിരിപ്പാട് വീണ്ടും വരുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ C അച്യുതമേനോൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 4 പേരുകൾ EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, R ശങ്കർ, C അച്യുതമേനോൻ. ഇനി അടുത്ത ചോദ്യം കേരള PSC ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയിട്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. തിരുവിതാംകൂർ ഭരിച്ച താഴെ പറയുന്ന രാജാക്കന്മാരെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക എന്നതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ 1 കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്, 2 ആയില്യം തിരുനാൾ, 3 ഗൗരി പാർവതിബായി, 4ാമത് നൽകിയിരിക്കുന്ന ശ്രീമൂലം തിരുനാളാണ്. ഇവിടെ നമ്മുടെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരിലേക്ക് വരുമ്പോൾ ആദ്യം കാർത്തിക തിരുനാൾ രാമവർമ്മ വരും. പിന്നെ മൂന്നാമതായി കൊടുത്ത ഗൗരി പാർവതിബായി, അതിനുശേഷം ആയില്യം തിരുനാൾ, അതിനുശേഷം ശ്രീമൂലം തിരുനാൾ, അതിനുശേഷം ആയില്യം തിരുനാൾ, അതിനുശേഷം എന്താണ് ശ്രീമൂലം തിരുനാൾ. അതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരുടെ ആ ഒരു ഓർഡർ നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് അവരുടെ പേരും ആ ഒരു ഓർഡറിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ചെറിയൊരു ടിപ്പിലൂടെ നമുക്കത് പഠിക്കുകയും ചെയ്യാം. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു. ഒന്നാമതായിട്ട് കേട്ടിരിക്കുക അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമതായിട്ട് അധികാരത്തിൽ വരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നത് 1729-ലാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1729, 1758 ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അതിനുശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ, അതിനുശേഷം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, അതിനുശേഷം റാണി ഗൗരി ലക്ഷ്മിബായി, പിന്നെ വരുന്നത് റാണി ഗൗരി പാർവതിബായി, സ്വാതി തിരുനാൾ, ശേഷം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ രാമവർമ്മ, ശ്രീ വിശാഖം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, റാണി സേതു ലക്ഷ്മിബായി, അവസാനമായിട്ട് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട രാജാക്കന്മാരുടെ ആ ഒരു ക്രമമാണ്. ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ടാമത്, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മൂന്നാമത്, റാണി ഗൗരി ലക്ഷ്മിബായി നാലാമത്, റാണി ഗൗരി പാർവതിബായി അഞ്ചാമത്, സ്വാതി തിരുനാൾ, പിന്നീട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അതിനുശേഷം ആയില്യം തിരുനാൾ രാമവർമ്മ, അതിനുശേഷം ശ്രീ വിശാഖം തിരുനാൾ, അതിനുശേഷം ശ്രീമൂലം തിരുനാൾ, അതിനുശേഷം റാണി സേതു ലക്ഷ്മിബായി, അതിനുശേഷം വന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് അതിനുശേഷം വന്നത്. ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയൊരു കോഡിലൂടെ ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രമം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോഡ് ഇതാണ്. കോഡ് ആദ്യം ഒന്ന് കേൾക്കാം. നമ്മളിപ്പോൾ ആ പറഞ്ഞ വ്യക്തികളുടെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമ്മുടെ കോഡിലേക്ക് വരികയാണ്. കോഡ് ഇതാണ്. അനിയൻ്റെ കാർ അവിടെ ലക്ഷ്മി പാർക്കിലും, അനിയൻ്റെ കാർ അവിടെ ലക്ഷ്മി പാർക്കിലും,
സ്വാതി മാത്രമായപ്പോൾ വിശപ്പ് മൂലം സേതു ബാലനെ പോലെ കരഞ്ഞു എന്നതാണ് നമ്മുടെ കോഡ്. തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരുടെ ക്രമം ഓർക്കാൻ വേണ്ടിയുള്ള കോഡാണ്. അനിയന്റെ കാർ അവിടെ ലക്ഷ്മി പാർക്കിലും, സ്വാതി മാത്രമായപ്പോൾ വിശപ്പ് മൂലം സേതു ബാലനെ പോലെ കരഞ്ഞു എന്നതാണ് നമ്മുടെ കോഡ്. അപ്പോൾ ഇനി ഓരോ വ്യക്തികളിലേക്ക് വരാം. ആദ്യം ഞാനിവിടെ പറഞ്ഞത് അനിയന്റെ കാർ എന്നാണ്. അതിൽ അനിയൻ എന്ന് പറയുമ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതിനുശേഷം ഞാൻ കാർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാർത്തിക തിരുനാൾ രാമവർമ്മ. അനിയന്റെ കാർ അവിടെ, അവിടെ എന്ന് പറയുമ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. പിന്നെ ലക്ഷ്മി പാർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം ലക്ഷ്മി എന്ന് പറയുമ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായി. പിന്നെ ഞാൻ പാർക്ക് എന്നാണ് പറഞ്ഞത്, റാണി ഗൗരി പാർവതിബായി. പിന്നെ ഞാൻ പറഞ്ഞു സ്വാതി മാത്രം ആയപ്പോൾ, അപ്പോൾ അവിടെ സ്വാതി തിരുനാൾ. മാത്രം എന്ന് പറയുന്നത് ഉത്രമായിട്ടൊന്ന് എടുക്കുക. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആയപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ. വിശപ്പ് മൂലം സേതു ബാലനെ പോലെ കരഞ്ഞു എന്നാണ്. പിന്നെ വിശപ്പ് എന്ന് പറയുമ്പോൾ വിശാഖം തിരുനാളാണ്, ശ്രീ വിശാഖം തിരുനാള്. വിശപ്പ് മൂലം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേതാണ്? ശ്രീമൂലം തിരുനാൾ. സേതു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സേതു ലക്ഷ്മിബായി, റാണി സേതു ലക്ഷ്മിബായി ബാലനെ പോലെ കരഞ്ഞു എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ഞാനിവിടെ പഠിപ്പിച്ച ഈ ഒരു കോഡ് ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ചിട്ട് മനസ്സിലൂടെ ഒന്ന് പറയുക. അപ്പോൾ ഓരോ കോഡിലൂടെയും കടന്നു പോകുമ്പോൾ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പേര് മനസ്സിൽ വരുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്: അനിയന്റെ കാർ അവിടെ ലക്ഷ്മി പാർക്കിലും, സ്വാതി മാത്രമായപ്പോൾ വിശപ്പ് മൂലം സേതു ബാലനെ പോലെ കരഞ്ഞു. അപ്പം ഞാൻ ഓരോന്നോരോന്ന് പറയാം. അപ്പോൾ ആ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഓർക്കുക, ഒന്ന് അനിയന്റെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രാജാവിൻ്റെ പേര് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിയന്റെ കാറ് അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അവിടെ ലക്ഷ്മി പാർക്കിലും, അനിയന്റെ കാറ് അവിടെ ലക്ഷ്മി പാർക്കിലും, സ്വാതി മാത്രമായപ്പോൾ വിശപ്പ് മൂലം സേതു ബാലനെ പോലെ കരഞ്ഞു. ഇതാണ് നമ്മുടെ കോഡ്. ഓരോന്നിലൂടെയും കടന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ വ്യക്തികളുടെയും പേര് കടന്നു വന്നിട്ടുണ്ടാകാം. ഒരിക്കൽ കൂടി പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അനിയന്റെ കാർ അവിടെ ലക്ഷ്മി പാർക്കിലും എന്ന് പറയുമ്പോൾ അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, റാണി ഗൗരി ലക്ഷ്മിബായി. അതിനുശേഷം റാണി ഗൗരി പാർവതിബായി. പിന്നെ സ്വാതി മാത്രമായപ്പോൾ വിശപ്പ് മൂലം സേതു ബാലനെ പോലെ കരഞ്ഞു. സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ രാമവർമ്മ, ശ്രീ വിശാഖം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, റാണി സേതു ലക്ഷ്മിബായി, അതേപോലെ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ഈ ഒരു ചെറിയൊരു കോഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പേര് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചു, വീണ്ടും വീണ്ടും ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രധാന UN ദിനങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിൽ എ എന്ന് പറയുന്ന ലോക വന്യജീവി ദിനം മാർച്ച് 3 എന്ന് പറഞ്ഞിരിക്കുന്നു. ലോക ജലദിനം മാർച്ച് 22 എന്ന് പറഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 15 എന്ന് പറഞ്ഞിരിക്കുന്നു. പരിസ്ഥിതി ദിനം ജൂൺ 5 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ 21-ാം തീയതിയാണ് എന്നാണ്. ജൂൺ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജൂൺ മാസം 21 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ലോക വന്യജീവി ദിനം മാർച്ച് 3-ാം തീയതിയാണ്. ലോക ജലദിനം മാർച്ച് 22 അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാം, അത് ജൂൺ 5-ാം തീയതിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങളാണ്. അതിൽ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ലോക വന്യജീവി ദിനം മാർച്ച് 3-ാം തീയതിയാണ്. അപ്പം ലോക വന്യജീവി ദിനം എന്നാന്ന് വെച്ചാൽ മാർച്ച് 3-ാം തീയതിയാണ്. ലോക ജലദിനം എന്നാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാർച്ച് 22-ാം തീയതിയാണ്. ഇനി ലോക
ജലദിനം നമ്മൾ പഠിച്ചു. ഇനി അന്താരാഷ്ട്ര യോഗാ ദിനം ചോദിച്ചാൽ ജൂൺ 21 തീയതിയാണ്. ഇനി പരിസ്ഥിതി ദിനം എന്താണെന്ന് വെച്ചാൽ ജൂൺ 5 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാർഷിക നിയമങ്ങളെ പറ്റി പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ശരിയായ ജോഡി രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വന്നത്. അതായത് PK ജോഷി, പിന്നെ അനിൽ ഗൺവാദ്, മറ്റൊരു പേര് അശോക് ഗുലാത്തി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പന്തലാസ എന്നത് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. പന്തലാസ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സമുദ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പന്തലാസ എന്ന് പറയുന്നത് എന്താണ്? സമുദ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പന്തലാസ എന്താണ്? സമുദ്രമാണ്. നമുക്കറിയാം നമ്മുടെ ആ ഒരു സമയത്ത് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാന്ന് വെച്ചാൽ ആൽഫ്രഡ് വേഗനറാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു, ഒരു വലിയൊരു വൻകരയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആൽഫ്രഡ് വേഗനറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം എന്താണ്? ഒരു ഭൂഖണ്ഡമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭൂഖണ്ഡത്തിൻ്റെ പേര് ചോദിക്കാറുണ്ട്, പാഞ്ചിയ എന്നാണ്. എന്താണ്? പാഞ്ചിയ എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞത് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗനറാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഒരു വലിയൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു, അതാണ് പാഞ്ചിയ. ഈ പാഞ്ചിയയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരു മഹത്തായ ഒരു സമുദ്രമാണെന്ത്? പന്തലാസ എന്ന് പറയുന്നത്. അപ്പോൾ പന്തലാസ എന്ന് പറയുന്നത് സമുദ്രമാണ്. നാളെ വേണമെങ്കിൽ പാഞ്ചിയ തന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഭൂഖണ്ഡമാണ്. ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിൻ്റെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചത് എന്നതാണ് ഏഴാമതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജർമ്മനി എന്നതാണ് ഉത്തരമായിട്ട് വരിക. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിൻ്റെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചത്? ജർമ്മനിയുടെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഉത്തരം ഓപ്ഷൻ എ ആണ്, ജർമ്മനിയാണ്. ഭൂമിയുടെ ഉൾഭാഗമായ നിഫെ ഏതൊക്കെ മൂലകങ്ങളാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യം. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിയോണും ഫ്ലൂറിനും, ഓപ്ഷൻ ബിയിൽ നൈട്രജനും ഫോസ്ഫറസും, ഓപ്ഷൻ സിയിൽ സിലിക്കണും ഓക്സിജനും, ഓപ്ഷൻ ഡിയിൽ നിക്കലും ഇരുമ്പും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിഫെ എന്നതിൽ തന്നെയുണ്ട് നിക്കൽ, അതുപോലെ തന്നെ ഇരുമ്പ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഏത് തരം ഉൽപാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് ഒമ്പതാമത്തെ ചോദ്യം. ഇവിടെ ജലവൈദ്യുത നിലയം, താപവൈദ്യുത നിലയങ്ങൾ, സൗരോർജ നിലയങ്ങൾ, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. താപവൈദ്യുത നിലയങ്ങൾ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് താപവൈദ്യുത നിലയങ്ങൾ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഊർജം, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആ ഒരു സമയത്തെ ആനുകാലികമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇടുക്കി ജില്ലയിലാണ് പെട്ടിമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ABCD എന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന 1, 2, 3 ഏതെല്ലാമാണ് ശരിയെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള
വിവിധയിനം വിത്തുകളുടെ ഉപയോഗമാണ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ എന്താണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം വിത്തുകളുടെ ഉപയോഗമാണ് എന്നതാണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി എന്താണ് 1, 3 എന്നീ സ്റ്റേറ്റ്മെന്റുകളിലെ തെറ്റുകളെന്ന് നോക്കാം. ഇവിടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്നാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ 2 അല്ല 3 എന്ന് വരണം തുടക്കം കുറിക്കുന്നത്. പിന്നെ അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് മെച്ചമുണ്ടാക്കിയ നാണ്യവിള എന്ന് പറയുന്നത് പരുത്തിയല്ല, അവിടെ വരേണ്ടത് കരിമ്പാണ്. നമ്മൾ പഠിക്കാറുള്ളതാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് മെച്ചമുണ്ടാക്കിയ കാർഷിക വിള ചോദിക്കുകയാണെങ്കിൽ ഗോതമ്പും, നാണ്യവിള ചോദിക്കുകയാണെങ്കിൽ പരുത്തിയുമാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നത്? ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതയാണ് താഴെ പറയുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായത് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. GSTയുമായി ബന്ധപ്പെട്ട് 1 ഒരു പ്രത്യക്ഷ നികുതിയാണ്. 2 കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. 3 GST കൗൺസിലിന് അധ്യക്ഷം വഹിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. ഇവിടെ 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2ഉം 3ഉം മാത്രമാണ്. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്നാണ് നടപ്പാക്കുന്നത്, ശരിയാണ്. GST കൗൺസിൽ അധ്യക്ഷം വഹിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്, അതും ശരിയാണ്. എന്നാൽ 1ാമത് തന്നിരിക്കുന്നു ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്, അത് തെറ്റാണ്. ഇതൊരു പരോക്ഷ നികുതിയാണ്. GST എന്താണ്? ഒരു പരോക്ഷ നികുതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ. 2, 3 മാത്രമാണ് ശരി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏത്? ഇനി പറയുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. കാർഷിക വിള വർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരീഫ് സീസൺ ആരംഭിക്കുന്നത്. ഗോതമ്പ് ഖാരീഫ് വിളയാണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം, തെറ്റായ വസ്തുതയാണ്, ശരിയായതല്ല, തെറ്റായ വസ്തുതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കേരള PSC നൽകിയിരിക്കുന്ന ഫൈനൽ ആൻസർ കീയിലെ ഉത്തരം എന്ന് പറയുന്നത് 4 മാത്രമാണ് തെറ്റ് എന്നാണ്. അതായത് ഗോതമ്പ് എന്ന് പറയുന്ന ഖാരീഫ് വിളയല്ല. നമുക്കറിയാം നെല്ല് എന്ന് പറയുന്ന ഖാരീഫ് വിളയാണ്. അതേ സമയത്ത് ഗോതമ്പ് എന്ന് പറയുന്നത് എന്തല്ല? ഖാരീഫ് വിള അല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഗോതമ്പ് എന്ന് പറയുമ്പോൾ അതൊരു റാബി വിളയാണ്. ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് തെറ്റായിട്ട് നൽകിയത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. തെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ 1 കൊടുത്തിരിക്കുന്നു, കാർഷിക വിള വർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. കാർഷിക വിള വർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. 2 വടക്കിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. 3 തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരീഫ് സീസൺ ആരംഭിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ കാർഷിക വിളകളെ നമുക്ക് ഭക്ഷ്യവിളകളെന്നും അതേപോലെ തന്നെ നാണ്യവിളകളെന്നും 2ആയിട്ട് തരംതിരിക്കാം. SCRT പോയിന്റ് ആണ്. ഭക്ഷ്യ വസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്നവയെ നാം ഭക്ഷ്യവിളകളെന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്ന നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കും. എന്നാൽ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയാം. ഉദാഹരണമായിട്ട് പരുത്തി, ചണം, കാപ്പി, ഏലം, കുരുമുളക്, റബ്ബർ എന്നിവ. ഇത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് SCRT പോയിന്റ് ആണ്. ഇവിടെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 13ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നു 1 ആഗോളവൽക്കരണം, പുറംവാങ്ങൽ എന്നാണ് നൽകിയിരിക്കുന്നത്. 2 ആബിദ് ഹുസൈൻ കമ്മീഷൻ, മൂലധന വിപണികളുടെ വികസനം. 3 സുസ്ഥിര വികസനം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്
നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഈ മൂന്നും എന്താണ്? ശരിയാണ്. മൂന്നും എന്താണ്? ശരിയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 1, 2, 3. അപ്പോൾ ആഗോളവൽക്കരണം, പുറംവാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ്, ആബിദ് ഹുസൈൻ കമ്മീഷൻ, മൂലധന വിപണികളുടെ വികസനവുമായി ബന്ധപ്പെട്ടത്, സുസ്ഥിര വികസനം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതെന്താണ്? മൂന്നും അവിടെ നൽകിയിരിക്കുന്ന ജോഡികൾ ശരിയാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗ് 2021 പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ 1, 2 സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. കേരളവും ഹിമാചൽ പ്രദേശുമാണ്. അപ്പോൾ 2021 ബന്ധിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് 2021 പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ 1, 2 സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? കേരളവും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശുമാണ് യഥാക്രമം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഈ ഇതുപോലുള്ള ഇൻഡെക്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതാണ് ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 16ാമത്തെ ചോദ്യമാണ്. മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ് 16ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 3ഉം 4ഉം എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിക്കുന്നില്ല. ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഈ 3ഉം 4ഉം, അതായത് സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം എന്താണ്? അതിൽ പറയുന്നില്ല. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിലേക്ക് വരുമ്പോൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6ാമതായിട്ട് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 3ഉം 4ഉം എന്താണ്? പെടുന്നില്ല എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോയിട്ട് വേണമെങ്കിൽ 1ഉം 2ഉം പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കറപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പെടാത്തത് എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 42ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാം ഭേദഗതിയിലൂടെ മൗലികമായ കടമകൾ ചേർക്കപ്പെട്ടു. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 86ാം ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ മതേതരത്വം എന്ന ആശയം എന്താണ്? കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 73ാമത്തെ ഭേദഗതി. ഇനി 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ചേർക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. 52 അല്ല, 42. 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. പിന്നെ 86ാം ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. അപ്പം നഗരപാലിക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് 74ആണ്. 86 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു 86ാം ഭേദഗതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട 52ാമത്തെ ഭേദഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. 1985 വന്ന 52ാമത്തെ ഭേദഗതി. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികമായ കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഏതെല്ലാം രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അയർലൻഡിൽ നിന്നാണ്. അതേപോലെ തന്നെ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ അത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ 18ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. അപ്പോൾ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കടമകൾ റഷ്യ. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ ഏതെല്ലാം? 1 പോലീസ്, ജയില്, 2 വനം, വിദ്യാഭ്യാസം, 3 ബാങ്കിങ്, പൊതുജനാരോഗ്യം, 4 വിവാഹം, വിവാഹമോചനം. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഏതെല്ലാം എന്നാണ്. ഇവിടെ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്.
2ഉം 4ഉമാണ്. അതായത് വനം, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ വിവാഹം, വിവാഹമോചനം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെ 19ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതെല്ലാമാണ്? വനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിവാഹം, വിവാഹമോചനം, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 20ാമത്തെ ചോദ്യമാണ്. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 20ാമത്തെ ചോദ്യം, സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവയൊന്നുമല്ല എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കൺകറന്റ് ലിസ്റ്റിലും വരുന്നില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലും വരുന്നില്ല, യൂണിയൻ ലിസ്റ്റിലും വരുന്നില്ല. എന്ത്? ഈ പറയുന്ന സൈബർ നിയമങ്ങൾ. ഇനി 21ാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റി ഏത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റിയാണ് ഓപ്ഷൻ ബി ആണ്, സർക്കാരിയ കമ്മിറ്റി. ആരാണ്? സർക്കാരിയ കമ്മിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച ആദ്യ കമ്മിറ്റിയാണ് സർക്കാരിയ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? സർക്കാരിയ കമ്മിറ്റി. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളതെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈക്കോടതി, സുപ്രീം കോടതി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ഹൈക്കോടതി, സുപ്രീം കോടതി. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഏത്? സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ 1 ഗവർണർ, ഓപ്ഷൻ 2 അതായത് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന കളക്ടർ, മൂന്നാമത് മുഖ്യമന്ത്രി, നാലാമത് ചീഫ് സെക്രട്ടറി. ABCD എന്ന ഓപ്ഷനിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. അതായത് കളക്ടറും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുമാണ് എന്ത്? സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ബാക്കി ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ 5 വർഷത്തേക്കാണ്. അതേസമയത്ത് കളക്ടറും ചീഫ് സെക്രട്ടറിയൊക്കെ റിട്ടയർ ആവും വരെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവൻ എന്നറിയപ്പെടുന്ന ചീഫ് സെക്രട്ടറിയാണ്. കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവൻ ആരാണ്? ജില്ലാ കളക്ടറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും ഔദ്യോഗിക തലവൻ ആരെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറിയാണ്. ഓരോ വകുപ്പിൻ്റെയും ഔദ്യോഗിക തലവൻ അത് ആരാണ്? സെക്രട്ടറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ പരിചയപ്പെടുന്നു, രാജ്യസഭാ ചെയർമാൻ ആരാണ്? എല്ലാവർക്കും അറിയാമല്ലോ, ഓപ്ഷൻ ഡി ആണ്, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭ ചെയർമാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ കണ്ണിനെയാണ് ഗ്ലോക്കോമ ബാധിക്കുക. കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയാം. നമ്മുടെ നേത്രഗോളം അതിൻ്റെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കും. ആ ഒരു അവസ്ഥയാണെന്ത്? ഈ പറയുന്ന ഗ്ലോക്കോമ. ഡയബറ്റീസ് മെലിറ്റസ് എന്ന ജീവിതശൈലീ രോഗം ഏത് ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി, ഇൻസുലിനാണ്. ഡയബറ്റീസ് മെലിറ്റസ് ജീവിതശൈലീ രോഗമാണ്. ഇത് ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരം H5N1 ആണ്. എന്താണ്? H5N1 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. നമുക്കറിയാം H1 ഇത് തെറ്റാണ്. H5N1 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. H5N1 ആണ് നമ്മുടെ ഉത്തരം. H5N1 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇതിൽ H1N1 ഉണ്ട്. PSC എപ്പോഴും ചോദിക്കുന്നതാണ് പക്ഷിപ്പനിയും പന്നിപ്പനിയും. പന്നിപ്പനി ആണെങ്കിൽ H1N1 ആണ്. പന്നിപ്പനിയാണെങ്കിൽ H1N1 വൈറസ് ആണ്. ഇവിടെ അത് H5N1 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച്
കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യമന്ത്രൻ 3.0 ഭാഗമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം നമ്മുടെ കേരളം തന്നെയാണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് ഒരു ചോദ്യമാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യമന്ത്രൻ 3.0 ഭാഗമായിട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. 30ാമത്തെ ചോദ്യം, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മാറ്റം സംഭവിക്കുന്നില്ല എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യമാണ് ചോദിച്ചത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യത്തിൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, മാറ്റം സംഭവിക്കുന്നില്ല. ഇനി അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. ഇനി വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പാസ്കൽ നിയമമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ക്ലാസ്സിലെ അവസാന ചോദ്യത്തിലേക്ക് വരാം. വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് റോബർട്ട് ബോയിലാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട, വീണ്ടും ആവർത്തിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.